വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ആലപ്പുഴയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിലായി. ഇരവുകാട് സ്വദേശി ഹാഫിസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇയാൾക്ക്. തൃക്കണ്ണൻ എന്നാണ് പേര്. ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രതി എന്താ പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. രഘുനാഥ് നാരായണൻ നൽകും വിവരങ്ങൾ. രഘു, നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ പലരെയും ഉപയോഗിച്ചു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏത് പരാതിയിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കസ്റ്റഡിയിലെടുത്ത ശേഷം? പ്രജീഷ്, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിലുമുണ്ട് 2 ലക്ഷത്തിലധികം. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും ചേർന്ന് ചില വീഡിയോകളൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഹഫീസ് ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുക്കുകയും ചെയ്യുന്നില്ല. തുടർന്നാണ് യുവതി ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൊഴി കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് പ്രതിയെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പ്രതിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇവരെ വിവാഹം കഴിക്കാൻ ആത്മാർത്ഥമായി തന്നെ തീരുമാനിച്ചതാണ്. പിന്നീട് ഈ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഇരുവരും ചേർന്ന് ഒരു തീരുമാനത്തിലെടുത്ത് പിരിയുകയുമാണ് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി.